ഹലോ എവ്രി വൺ. എംബ്രോയ്ഡറി സ്റ്റിച്ചസ് പഠിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അതായത് ബേസിക് ആയിട്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമെന്നുള്ളത് ഈ വീഡിയോയിൽ കാണാം. എംബ്രോയ്ഡറി പഠിക്കാൻ നമുക്ക് കൂടുതൽ ചിലവൊന്നും തന്നെ ഇല്ല. കുറച്ച് സാധനങ്ങൾ മാത്രം മതിയാകും. നമുക്കത് വെച്ചിട്ട് തന്നെ എംബ്രോയ്ഡറി പഠിക്കാൻ പറ്റും. കുട്ടികൾ തൊട്ട് മുതിർന്നവർക്ക് വരെ നമുക്ക് എംബ്രോയ്ഡറി ഈസി ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യം എന്നുള്ളത് നമുക്ക് ആദ്യം കാണാം. ഓക്കെ, ഇത് എംബ്രോയ്ഡറി ത്രെഡാണ്. അതായത് ഇത് നമുക്ക് ഇപ്പോഴുള്ള വിലയ്ക്ക് നമുക്ക് 4 രൂപയ്ക്കൊക്കെ കിട്ടുന്നതാണ്. പഠിക്കാനായിട്ട് നമുക്ക് ഇത്രയും കുറഞ്ഞ നൂല് തന്നെ മതിയായിരിക്കും. കൂടിയ നൂലൊന്നും നമുക്കിപ്പോൾ ആവശ്യമില്ല. പഠിക്കാനായിട്ട് ഇത് തന്നെ മതിയാകും. അപ്പോൾ നമുക്ക് ഈ എംബ്രോയ്ഡറി ത്രെഡ് നിങ്ങളൊരു 10 എണ്ണമെങ്കിലും പല കളറിൽ വാങ്ങി വെക്കേണ്ടതാണ്. എല്ലാം ഒരു കളറിലായ നമുക്കത് കാണാൻ ഒരു രസം കാണില്ലല്ലോ. അതുകൊണ്ട് പല കളറിൽ വാങ്ങി വെക്കേണ്ടതാണ്. അടുത്ത് നമുക്ക് സിസേഴ്സ് ആവശ്യമാണ്. എന്നിട്ടിത് എംബ്രോയ്ഡറി റിംഗ് ആണ്. എംബ്രോയ്ഡറി റിംഗ് നമുക്ക് പല തരത്തിൽ തന്നെ ലഭിക്കുന്നതായിരിക്കും. നമുക്കിപ്പോൾ നമുക്ക് പഠിക്കാനായിട്ട് 6 ഇഞ്ച് റിംഗ് ആണ് ആവശ്യമുള്ളത്. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ, എംബ്രോയ്ഡറി റിംഗ് പ്ലാസ്റ്റിക്കിലൊക്കെ നമുക്ക് കിട്ടും. പക്ഷെ പഠിക്കാൻ നമുക്ക് ഈ വുഡിലുള്ളത് തന്നെ ആവശ്യം. ആ പ്ലാസ്റ്റിക് ഒക്കെ വാങ്ങുമ്പോൾ അത് നമുക്ക് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. തുണിയിലൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യുമ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് നമുക്ക് ഇരിക്കത്തില്ല. ഇതാവുമ്പോൾ ഒന്ന് ഫിക്സ് ആയിട്ടിരിക്കും. അതുകൊണ്ട് ഈ മരത്തിലുള്ളത് തന്നെയാണ് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് വാങ്ങേണ്ടത്. നമുക്കിപ്പോൾ ഈ 6 ഇഞ്ച് മാത്രം മതിയാവും. 6 ആണ് ഇതിൻ്റെ സൈസ്. 6 ഇഞ്ച് നമുക്കിത് മാത്രം ഇപ്പോൾ ആവശ്യമുള്ളത്. ഇത് മാത്രം മതിയാവും. അടുത്ത് നമുക്ക് ആവശ്യമുള്ളത് നീഡിലാണ്. ഇത് പല സൈസിലുള്ള നീഡിൽ നമുക്ക് കിട്ടും. എംബ്രോയ്ഡറിക്ക് നമുക്ക് ആവശ്യമുള്ളത് 4 സൈസ് 4 എന്തെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഭാഗത്ത് കൂടി നമുക്ക് കുറേ നൂലുകളൊക്കെ ചേർത്ത് കൊരുക്കേണ്ടി വരും. അതായത് 6 സ്ട്രാൻഡ്സ് നൂലൊക്കെ ഒന്നിച്ചതിൻ്റെ അകത്തു കൂടി കൊരുക്കാനായിട്ട് ഇതിൻ്റെ ഭാഗം കുറച്ച് വലുതായിരിക്കണം. അങ്ങനെയുള്ള സൂചിയാണ് നമ്മൾ വാങ്ങേണ്ടത്. ഇപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഒരു നൂലാണ് കോർക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ സൂചി മതി. ഇപ്പോൾ നമുക്ക് കൂടുതൽ നൂല് കോർക്കുമ്പോൾ ഇങ്ങനത്തെ സൂചിയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇത് കാർബൺ പേപ്പർ യെല്ലോ കാർബൺ പേപ്പറാണ് വേണ്ടത്. നമ്മൾ തുണികളിലൊക്കെ വരയ്ക്കുമ്പോൾ ബ്ലൂ കളർ കാർബൺ പേപ്പർ അത് ആ തുണികളിലൊക്കെ കൂടെ സ്പ്രെഡ് ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് യെല്ലോ കാർബൺ പേപ്പർ തന്നെയാണ് നമുക്ക് ആവശ്യം. നമ്മുടെ യെല്ലോ കളർ തുണിയാണെങ്കിൽ നമുക്കപ്പോൾ വൈറ്റ് കളർ കാർബൺ പേപ്പർ കിട്ടും. അത് മതിയാകും. പോപ്ലിൻ ക്ലോത്ത്. ഇതൊക്കെ മീറ്റർ 60, 70, 80, 90 രൂപ എന്നുള്ള രീതിയിൽ ഓരോരോ സ്ഥലത്തും അതനുസരിച്ച് നമുക്ക് കിട്ടുന്നതായിരിക്കും. നമുക്ക് എംബ്രോയ്ഡറി പഠിക്കുമ്പോൾ ആരും തന്നെ പഴയ തുണി എടുത്ത് വെച്ചിട്ട് അതിൽ സ്റ്റിച്ച് ചെയ്ത് പഠിക്കാൻ പാടില്ല. ഇതുപോലത്തെ തുണി തന്നെ വാങ്ങിയിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട്. അപ്പോൾ ഇതിൽ ഞാനൊന്ന് 1 മീറ്ററാണ് വാങ്ങി വെച്ചിട്ടുള്ളത്. ഇതിങ്ങനെ ആവശ്യമില്ല. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ എംബ്രോയ്ഡറി റിങ് എടുത്ത് നമുക്ക് ഫിക്സ് ചെയ്യാൻ ആവശ്യമായ പ്ലേസ് വിട്ടിട്ട് നമുക്കങ്ങ് നീളത്തിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ തുണി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നോട്ട്സ് എന്ന് പറയുന്നത്. നമ്മൾ ഓരോരോ സ്റ്റിച്ചായിട്ട് ഇതിലങ്ങനെ എഴുതി സ്റ്റിച്ച് ചെയ്ത് പോകും. ഇതാണ് നമ്മുടെ നോട്ട്സ്. അപ്പോൾ ഇത് എംബ്രോയ്ഡറി റിങ് എങ്ങനെ ഫിക്സ് ചെയ്യാമെന്നൊന്ന് നമുക്കിതിൽ കാണാം. ഇപ്പോൾ നമുക്ക് 2 റോഡാണ് കിട്ടിയിട്ടുള്ളത്. ഇത് ഫിക്സ് ചെയ്യുന്നത് ആദ്യം ഈ സ്ക്രൂ ഇല്ലാത്തതായിട്ടുള്ള റോഡിന് ആദ്യം ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് തുണിയിടണം. എന്നിട്ട് അതിൻ്റെ പുറത്ത് വെച്ചിട്ട് ഒന്ന് ടൈറ്റാക്കി ഫിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മളിത് ചെയ്യുമ്പോൾ ഇതിനൊന്ന് വലിച്ച് ടൈറ്റാക്കി വിടണം.
ഇങ്ങനെയാണ് എംബ്രോയിഡറി റിങ് ഒന്ന് തുണിയിലേക്ക് ഫിക്സ് ചെയ്യുന്നത്. ഇത്രയും സാധനങ്ങൾ വച്ചിട്ട് തന്നെ നമുക്ക് എംബ്രോയിഡറി പഠിക്കാൻ പറ്റും.